ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും കേൾക്കലും പറയലും ഒക്കെ അല്ലാഹു തൃപ്തിപ്പെട്ട അമലായി അല്ലാഹു നമ്മിൽ കബൂൽ ചെയ്യട്ടെ. ഈ വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫضل കൊണ്ട് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽപ്പെട്ട രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും എല്ലാവർക്കും അല്ലാഹു സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി അല്ലാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അധികം PM ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് വായിച്ച് ഇൻഷാ അല്ലാഹ് വഴിക്ക് വേഗം പോകേണ്ടതുമുണ്ട്. അപ്പോൾ വേഗം മൈക്കെടുത്ത് അത് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അസ്ഹരി ഉസ്താദ് അവരുടെ വളരെ മനോഹരമായ ഒരു ക്ലാസ് ഇന്ന് ബാബർ റയ്യാനിൽ നമ്മൾ കേട്ടു. അതിനുശേഷമുള്ള ഒരു സമയത്താണ് ഇപ്പോൾ നാം ഉള്ളത്. സമസ്തകാല ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും കൂടുതൽ നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമാവണമെന്ന് അദ്ദേഹത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. പിന്നെ ദുബായിൽ നിന്നും സക്കാത്തിന്റെ പൈസ സ്വരൂപിച്ച് നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് അയക്കാൻ പറ്റുകയില്ല എന്നാ. സക്കാത്ത് മുതലിന്റെ സക്കാത്ത് ആണെങ്കിൽ ആ മുതൽ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള സക്കാത്തിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്യണം. അത് നിർബന്ധമാണ്. അവിടെ അവകാശികൾ ഇല്ല എങ്കിൽ മാത്രമേ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇനി ഫിത്ർ സക്കാത്ത് ആണെങ്കിൽ ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അയാൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. അവിടെ അവകാശികൾ ഇല്ലെങ്കിൽ മാത്രമേ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റൂ. പിന്നെ ഉസ്താദെ, എന്റെ ജ്യേഷ്ഠൻ എനിക്ക് സ്ഥലം മേടിക്കാൻ 10 ലക്ഷം തന്നു. കടമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കരുതിയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ കൊടുക്കണം എന്ന്. ഇതുവരെ കൊടുത്തിട്ടില്ല, കാരണം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്. ഈ പൈസക്ക് സക്കാത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് കൊടുക്കേണ്ടത്? ആ പൈസക്ക് സക്കാത്തൊന്നുമില്ല. ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ. നല്ല ജ്യേഷ്ഠനല്ലേ? സ്ഥലം വാങ്ങാൻ വേണ്ടിട്ടേ ജ്യേഷ്ഠൻ 10 ലക്ഷം രൂപ കൊടുക്കാറ്. ഇനി അതിനേക്കാൾ നല്ല ജ്യേഷ്ഠൻ ഏതാ ഉള്ളത്? സ്ഥലം വാങ്ങാൻ വേണ്ടി കടന്നൊന്നും വേണ്ട 10 ലക്ഷം രൂപ കൊടുത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജ്യേഷ്ഠന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല ഒത്തൊരുമയോടുകൂടി ജ്യേഷ്ഠാഞ്ചന്മാർക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലും തന്നെ അവരെയും അവരുടെ കുടുംബത്തേക്ക് അല്ലാഹു ഒരുമിച്ച് കൂടട്ടെ. ആ 10 ലക്ഷം രൂപ കൊടുത്തു. കടാന്നും പറഞ്ഞില്ല. സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ച സമയത്ത് ജ്യേഷ്ഠൻ 10 ലക്ഷം രൂപ കൊടുത്തു. അതിന് പിന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങൾ കരുതിയത്. അതുകൊണ്ട് കടാവൂല. അത് കട ആണെങ്കിൽ അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കേണ്ടയില്ല. നിങ്ങളേതായാലും സക്കാത്ത് കൊടുക്കേണ്ടയില്ല. കാരണം നിങ്ങളുടെ അടുക്കലേക്ക് 10 ലക്ഷം രൂപ വന്നു. അതുകൊണ്ട് നിങ്ങൾ സ്ഥലം വാങ്ങി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇല്ലല്ലോ. നിങ്ങൾ ആ പൈസ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, ഒരു വർഷം സൂക്ഷിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. ജ്യേഷ്ഠനും തന്നെ സക്കാത്ത് കൊടുക്കണ്ട. ജ്യേഷ്ഠൻ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ജ്യേഷ്ഠന് കിട്ടാനുള്ള പൈസ ആവണം. കിട്ടാനുള്ള പൈസ ജ്യേഷ്ഠൻ കടം തന്ന പൈസ ആവണം. ജ്യേഷ്ഠൻ കടം തന്നതാണ് സ്ഥിരപ്പെടണമെങ്കിൽ ഇത് കട ആണ് എന്ന് ജ്യേഷ്ഠൻ നിങ്ങളോട് പറയണം. എന്നാലേ കടാവുള്ളൂ. ആകയാൽ അതിന് ആരും സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ ഈ അതൊന്നല്ല, നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്തു നിൽക്കുക. ജ്യേഷ്ഠൻ കടം തന്നതല്ല, എനിക്ക് വെറുതെ തന്നാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്താൽ പിന്നെ ആ പൈസ ജ്യേഷ്ഠൻ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ, അപ്പൊ അത് മുതൽക്ക് ആ പൈസ അദ്ദേഹത്തിന്റെ കയ്യിലാവുള്ളൂ. എന്നാണോ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അന്ന് അത് മുതൽ ഒരു വർഷം പൂർത്തിയാകാണെങ്കിൽ മാത്രം അതിന് സക്കാത്ത് കൊടുത്താൽ മതി. അതിന്റെ ഇടയിൽ ചെലവായി പോയിട്ടില്ലെങ്കിൽ. പിന്നെ ഉസ്താദെ, എന്റെ കൂട്ടുകാരന് ഉംറ കഴിഞ്ഞു വന്നപ്പോൾ പനിയും കഫക്കെട്ടും പിടിപ്പെട്ടു. ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. അതൊക്കെ സാധാരണ ഉംറ കഴിഞ്ഞു വന്നാൽ ഹജ്ജ് ചെയ്ത് വന്നാലൊക്കെ പനി ഉണ്ടാകുക, കഫക്കെട്ടിന്റെ ഇതില്ലേ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ എത്രയും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, പക്ഷേ
സേവ് ആയിട്ട് ഒന്നും ഇല്ല, എല്ലാം ചെലവ് ആകുന്നുണ്ട്. എന്നാൽ സക്കാത്ത് കൊടുക്കണം. വേണ്ട, സക്കാത്ത് കൊടുക്കണ്ട. കിട്ടുന്ന സാലറി വീട്ടിന്റെ ചെലവിന് വീട് കെട്ടാനും ബാക്കി കാര്യങ്ങളിൽ ചെലവ് ആകുന്നുണ്ട്. അതിനും സക്കാത്ത് കൊടുക്കണ്ട. നിസാബ് തികയുന്ന സംഖ്യ നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങളത് ഒരു വർഷം ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ചെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ. മറ്റേ എത്ര പൈസ സക്കാത്ത് കൊടുക്കണ്ട. വലിയ സംഖ്യ മാസം മാസം ശമ്പളം വരണ്ട്, അതെന്തുണ്ട്, നിങ്ങൾ അതങ്ങനെ ചെലവായി പോകുന്നുണ്ട്, അതിന് സക്കാത്തില്ല. പിന്നെയോ നിങ്ങളടുക്കൽ സംഖ്യ വന്നു, ആ സംഖ്യ എത്ര ഉണ്ട്, 595 ഗ്രാം വെള്ളിയുടേതെങ്കിലും ഉള്ള സംഖ്യ ഉണ്ട്. ആ സംഖ്യ നിങ്ങൾ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും വേണം, ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും വേണം, എന്നാലേ സക്കാത്തുള്ളൂ. അതിന് സക്കാത്തില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, കുട്ടികളെ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ചു ദിവസം മുമ്പ് കേട്ടിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉംറ ചെയ്താൽ ഫർള് വിടുമോ? ഇല്ല, ഫർള് വിടണമെങ്കിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷം, ഹജ്ജാവട്ടെ ഉംറയാവട്ടെ, പ്രായപൂർത്തി എത്തിയതിനു ശേഷം ചെയ്തെങ്കിലേ അത് ഫർള് വിടുള്ളൂ. അല്ലാത്തത് സഹിയാകും. പക്ഷെ അത് ഇസ്ലാമിൽ ഒരാൾക്ക് ഒരിക്കൽ ഹജ്ജ് നിർബന്ധമാണ്, ഉംറ നിർബന്ധമാണല്ലോ ആവതുള്ളവർക്ക്. അതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അതായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷം ചെയ്യണം. ഒരു റേഡിയോ ശ്രോതാവും എന്നോട് ചോദിച്ചിരുന്നു വിശദീകരണമാണ്. കുട്ടികൾക്ക് ഇഹ്റാം ആര് ചെയ്യണം? കുട്ടികൾ പ്രായപൂർത്തി അല്ല, തമ്മീസായ കുട്ടികളാണ് എങ്കിൽ, അതായത് വകതിരിവുള്ള 7 വയസ്സൊക്കെ ആയ വകതിരിവാകും. വകതിരിവായ കുട്ടികളാണെങ്കിൽ ആ ഇഹ്റാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അവർക്ക് നമ്മൾ നിയ്യത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തആലക്ക് ഉംറ ചെയ്യാൻ ഞാൻ കരുതുകയും ആ ഉംറയിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോ മുമയ്യിസായ കുട്ടിയാണെങ്കിൽ ഇഹ്റാം ആ കുട്ടി തന്നെ ചെയ്യണം. മുമയ്യിസ് അല്ലാത്ത കുട്ടിയാണെങ്കിലോ അതിനേക്കാൾ താഴെയുള്ള കുട്ടിയാണ്, വകതിരിവായിട്ടില്ല, അങ്ങനത്തെ കുട്ടിയാണ്, 2-3 വയസ്സാണല്ലോ. അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്റെ രക്ഷിതാവാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഈ കുട്ടിയെ ഞാൻ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുകയും ഈ പിന്നെ ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുകയും ഉംറ കൊണ്ട് ഞാൻ കരുതുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ കുട്ടിയുടെ രക്ഷിതാവാണ് നിയ്യത്ത് വെക്കേണ്ടത്. പിന്നെന്താണ് വേറെ? ഒരുപാടുണ്ടല്ലോ വായിക്കാനിപ്പോ. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ ഉസ്താദ് PM മറുപടി പറഞ്ഞു. ഒരാളുടെ കയ്യിൽ 50,000 ഉണ്ട്, ഒരു മാസം കഴിഞ്ഞു 5,000 അതിൽ ഇട്ടു, ഓരോ മാസത്തിലും 5,000 ഇട്ടു. 50,000 ഉണ്ടായത് മുതൽ ഒരു വർഷം വരെ ആയ 50,000 സക്കാത്ത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇത് നമ്മൾ മുമ്പ് ഈ ചോദ്യം വന്നിരുന്നു, വായിച്ചിരുന്നു. അത് നമ്മൾ മുമ്പ് മറുപടി പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അയാളുടെ അടുക്കൽ ആദ്യം 50,000 ഉറുപ്പ ഉണ്ട്, പിറ്റത്തെ മാസം 5,000 ഉണ്ടായി, പിറ്റത്തെ മാസം 5,000. അപ്പൊ അതിനൊക്കെ ഒരു വർഷം പൂർത്തിയായി. 50,000 ഒരു വർഷം പൂർത്തിയായാൽ ആ 50,000 മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ഉദാഹരണം പറയാൻ, മുഹറം 1 അയാളുടെ അടുക്കൽ 50,000 ഉറുപ്പ ഉണ്ട്. എന്നാൽ പിറ്റത്തെ മുഹറം ഒന്നായാല് അയാൾ ആ 50,000 സക്കാത്ത് കൊടുത്താൽ മതി. പിന്നെ മുഹറം സഫറിൽ 5,000 വന്നിട്ടുണ്ട്, അതിന് സക്കാത്ത് പിന്നെ കൊടുക്കണ, അപ്പോ വേണ്ട. പിന്നെ സഫറിൽ 5,000, റബീഉൽ അവ്വൽ 5,000, അപ്പൊ 10,000 ആയി അല്ലേ. പിന്നെ റബീഉൽ ആഖിറിലും 5,000, അപ്പൊ 15,000 ആയി. ജമാദുൽ അവ്വലിലും 5,000, അപ്പോൾ 20,000. ജമാദുൽ ആഖിറിലും 5,000, അപ്പൊ 25,000 ആയി. 25,000 ഉറുപ്പ്യ കയ്യിലുണ്ടായി. അത് ഏകദേശം 595 ഗ്രാമിന് വെള്ളിയുടെ സംഖ്യയായി. അപ്പൊ അത് ഈ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ അയാളെടുക്കൽ എന്നായത് ജമാദുൽ ആഖിറിലാണ് അല്ലേ. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ആഖിറിലാണ് അയാളെടുക്ക് 25,000 വരുന്നത്. അപ്പൊ 25,000 ആയപ്പോ നിസാബ് തികയുന്ന സംഖ്യയായി. ആ സംഖ്യ അയാൾ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു, ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. എന്ന് മുതൽക്ക് ജമാദുൽ അവ്വൽ മുതൽ പിറ്റത്തെ ജമാദുൽ അവ്വൽ വരെ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ പിറ്റത്തെ ജമാദുൽ അവ്വലിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അത് സൂക്ഷിച്ചു വെച്ചാൽ ആ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഈ നിസാബിനേക്കാളും താഴെ ആ സംഖ്യ പോയിട്ടില്ല എങ്കിലും ആണ് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാവുകയുള്ളൂ. ഉസ്താദെ, സൗദിയിലുള്ള ഞാൻ ഫിത്ർ സക്കാത്ത് സൗദികൾക്ക് തന്നെ കൊടുക്കണം. സൗദികൾക്കൊന്നും വേണ്ട, ആ അവിടെ കൊടുക്കണമെന്നേ ഉള്ളൂ, സൗദികൾക്കല്ല. സൗദികളായിക്കോണം എന്നൊന്നില്ല. പിന്നെ സൗദിയിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്
അവിടെയുള്ള ഫക്കീർ മിസ്കിന്മാർക്ക്, അത് അവിടുത്തേരായാലും വേണ്ടില്ല, ഇനി വിദേശികളായാലും വേണ്ടില്ല, സൗദി തന്നെ മലയാളികളോ ബംഗാളികളോ പാകിസ്ഥാനികളോ ആരായാലും വേണ്ടില്ല, സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ, അവിടെയുള്ള ആളുകൾ, നിങ്ങൾ ഏത് മഹലിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് അവിടുത്തെ വത്തനികളായിക്കോണമെന്നില്ല, സൗദികളായിക്കോണം എന്നില്ല എന്നർത്ഥം. പിന്നെ ഉസ്താദ് ഒരു സംശയം, ചെറിയ കുട്ടിയുടെ തവാഫ് ആര് ചെയ്യണം? കുട്ടിക്ക് അറിയില്ലല്ലോ. ചെറിയ കുട്ടിയുടെ തവാഫ് ആ കുട്ടിയുടെ രക്ഷിതാവ് ചെയ്യണം. ആ കുട്ടിയെ കൊണ്ട്, ആ കുട്ടിയല്ല, ആ കുട്ടിയെ എടുത്തുകൊണ്ട്, ആ കുട്ടിനോട് വീട്ടിലാക്കിയിട്ടല്ല, ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ രക്ഷിതാവ് തവാഫ് ചെയ്യണം. അത് രക്ഷിതാവിനും ആ കുട്ടിക്കും കൂടി ഒന്നും ചെയ്താലും പറ്റൂല. ഒന്നുകിൽ ആദ്യം അയാളുടെ ആ ചുമക്കുന്ന ആളുടെ തവാഫ് ആദ്യം ചെയ്യുക, അതല്ലെങ്കിൽ എന്നിട്ട് അതിന് ശേഷം കുട്ടിയുടെ തവാഫ് കുട്ടിയെ ചുമന്നുകൊണ്ട് ആൾ ചെയ്യുക, അതല്ലെങ്കിൽ ആദ്യം കുട്ടിയുടെ തവാഫ് ആ കുട്ടിയെ ചുമന്നുകൊണ്ട് ചെയ്യാൻ, അതിന് ശേഷം അയാളുടെ തവാഫ് ചെയ്യാം. രണ്ടാൾക്കും കൂടി ഒരു തവാഫ് പറ്റുകയില്ല എന്നർത്ഥം. രണ്ടാം കൂടെ ഒന്നും പറ്റൂല. കുട്ടിയെ നടത്തിച്ചാല് മുമൈദ കുട്ടിയാണെങ്കിൽ അങ്ങനത്തെ ഇതാണ്. ഏത് വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിലേ ആ കുട്ടിയുടെ രക്ഷിതാവ് ആ കുട്ടിയുടെ രക്ഷിതാവ് ഒരു വാഹനത്തിന്റെ വിദ്യയാണ് എന്നാ, അതിനെങ്ങനെ ചെയ്യിച്ചാലും വേണ്ടില്ല. ആ കുട്ടിയുടെ രക്ഷിതാവിനെ അതൊരു വാഹനത്തിന്റെ വിദ്യയാണെന്നാ അതിന്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, എന്റെ അളിയൻ കുടുംബസമേതം ഗൾഫിലുണ്ട്. അവർക്ക് ഇപ്പോൾ കുറച്ച് കടത്തിൽ ആണ്. എന്റെ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഉസ്താദ് ദുആ ചെയ്യണം. അതൊക്കെ പറ്റും. അവര് കടക്കാരാണെങ്കിലേ, ഇത് അളിയനായാലും വേണ്ട, അളിയൻ എന്ന് പറയാൻ എന്താണ്, പെങ്ങളുടെ ഭർത്താവായാലും വേണ്ട, നിങ്ങളുടെ ഭാര്യന്റെ ആങ്ങളായാലും വേണ്ട, ആരായാലും ശരി, അവർക്ക് സക്കാത്ത് കൊടുക്കാം. അവർ സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം എന്ന് മാത്രമല്ല, അത് അവർക്ക് കൊടുക്കൽ ഏറ്റവും ഉത്തമവും കൂടിയാണ്. കുടുംബത്തിൽപ്പെട്ട സക്കാത്തിന്റെ അവകാശികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കലാണ് അന്യരായ അവകാശികളെക്കാളും ഉത്തമം അവർക്കാണ്. സക്കാത്തിന്റെ അവകാശികൾ അന്യരുണ്ട്, കുടുംബക്കാരുണ്ട്. എന്നാൽ കുടുംബക്കാർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. 3 ഡൗട്ട്സ് ഉണ്ട് ഉസ്താദെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കബൂൽ ചെയ്യട്ടെ, ഇത് ഡൗട്ട് കബൂൽ ചെയ്യട്ടാനാവില്ല അല്ലേ? ആ ഡൗട്ട് തീർക്കുന്ന ഈ വിഷയം അല്ലേ? ഇൻഷാ അല്ലാഹ്, ആമീൻ. ഒന്ന്, തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഇശാ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ഇമാം അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു. എന്നാൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഇശാ പറ്റൂല. തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഇശാ സഹിയാകും, പക്ഷെ തറാവീഹ് സഹിയാവൂല. തറാവീഹിന്റെ സമയം എപ്പോഴേ കിടക്കുള്ളൂ? ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം കിടക്കുള്ളൂ. ഒരാൾ തറാവീഹ് നിസ്കരിച്ച ശേഷം ഇശാ നിസ്കരിച്ച് നിൽക്കുക, എന്നാലേ ഇശാ സഹിയാകും. പക്ഷെ അവൻ തറാവീഹ് നിസ്കരിച്ചല്ലോ, അത് വെറുതാവും. അത് ഒരു മുത്തലഖ് സുന്നത്താവുള്ളൂ. ഇശാ നിസ്കാരം കഴിയണം, അതിന് ശേഷമേ തറാവീഹ് സഹിയാകും. പിന്നെ രണ്ട് നിസ്കാരങ്ങൾ ഖളാ ആവുകയും മൂന്നാമത്തേതിന് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ എന്തിനെയാണ് കൂടുതൽ മുന്തിക്കേണ്ടത്? ഒഴുകളില്ലാതെ ഖളാ എങ്കിൽ, ഇപ്പോൾ ഹാജറുള്ള നിസ്കാരം ഖളാ ആകുമെന്ന് ഭയമില്ലെങ്കിൽ ആ ഖളാ ആയത് ആദ്യം നിസ്കരിക്കുക നിർബന്ധമാണ്. എങ്ങനെ? ഇദ്ദേഹത്തിന് 2 നിസ്കാരം ഖളാ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാജറുള്ള നിസ്കാരത്തിന് കുറേ കൂടി സമയമുണ്ട്. ഇനി ഖളാ ആകാനായിട്ടൊന്നുമില്ല. എന്നാൽ ഏതാ മുന്തിക്കേണ്ടതെന്നാണ്. ആ 2 നിസ്കാരവും ഖളാ ആയ ആ 2 നിസ്കാരവും ഉദ്റില്ലാതെ ഖളാ ആയി പോയതാണ് എങ്കിൽ, അതായത് ഉറക്ക് കാരണമോ മറതി കൊണ്ടോ ഒന്നും ഖളാ ആയതല്ല, പിന്നെ അയാൾ കരുതി കൂട്ടി ഖളാ ആക്കിയതാണ്. എന്നാൽ ഇപ്പോൾ ഹാജറുള്ള നിസ്കാരത്തിനേക്കാൾ മുമ്പ് അത് നിസ്കരിക്കൽ നിർബന്ധമാണ്, ഖളാ വിട്ട നിർബന്ധമാണ്. നേരെ മറ്റ് ഉദ്റോട് കൂടി ഖളാ ആയതാണെങ്കിലോ, എന്നാൽ ഹാജറുള്ള നിസ്കാരത്തിനേക്കാളും അത് ഖളാ വിട്ടുന്നതിനെ മുന്തിക്കല് സുന്നത്തുമാണ്, നിർബന്ധ സുന്നത്താണ്. അതേ സമയത്ത് ഖളാ വിട്ടാൻ നിൽക്കുകയാണ്, ഇപ്പൊ ഹാജറുള്ളതും കൂടി ഖളാ ആയി പോകും. എന്നാലത് ഉദ്റോട് കൂടി ഖളാ ആയട്ടെ, അല്ലെങ്കിൽ ഉദ്റില്ലാതെ ഖളാ ആയതാവട്ടെ, ഇപ്പോൾ ഹാജറുള്ള നിസ്കാരത്തെ ആദ്യം നിസ്കരിക്കാൻ നിർബന്ധമാണ്, എന്നിട്ടേ ഖളാ വിട്ടാൻ പറ്റുകയുള്ളൂ.
ഉസ്താദയുടെ തറാവീഹ് 4 റക്അത്ത് നിസ്കരിക്കുന്നു. തറാവീഹ് 4 റക്അത്ത് നിസ്കരിക്കുക. ഒന്നിച്ച് നിസ്കരിച്ച പറ്റൂല. സലാം വീട്ടാതെ 4 റക്അത്ത് അതിന്റെ ഇടയിൽ തഹിയ്യാത്ത് ഓതി സലാം വീട്ടാതെ ഒന്നിച്ച് നിസ്കരിച്ചാൽ പറ്റുകയില്ല. തറാവീഹ് നിസ്കാരം അങ്ങനെ പറ്റുകയില്ല. തറാവീഹ് 2 റക്അത്തായിട്ട് തന്നെ നിസ്കരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. കല്യാണം ഉറപ്പിച്ചു, ചെക്കന് പെണ്ണിനോട് സംസാരിക്കാൻ വേണ്ടി അനുവദനീയമായ നിക്കാഹ് ഉണ്ടോ എങ്കിൽ അതിന് സാക്ഷികൾ വേണോ? അത് ക്ലിയർ ആക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിപ്പോ വല്ലാത്തൊരു ഇതായിക്കഴിഞ്ഞ ഒരു ഏത് നേരത്തെ ആളുകളും ടെലിഫോൺ ചെയ്ത് ചോദിക്കണമെന്നും PM ചെയ്തും ചോദിക്കണമൊക്കെ തന്നെ ഞാൻ കുടുങ്ങിക്കുന്ന സത്യം പറയുകയാണെങ്കിൽ എത്ര ആളുകളെ വിളിച്ചിങ്ങനെ കണ്ട ഇടക്കൊക്കെ ചോദിക്കും. പിന്നെ PM ചെയ്തിട്ട് തന്നെ ഇങ്ങനെ എന്താ ചെറിയ നിലക്ക് മറുപടി കൊടുക്കാന്നല്ലാതെ അപ്പൊ ഇതിനിങ്ങനെ ഏതായാലും ആ വിഷയം എന്ന് പറഞ്ഞാലേ അത് ഇൻഷാല്ലാ 1-2 ദിവസം കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യണം ഇൻഷാല്ലാ. എന്താ 1-2 ഒരു മസല ചോദിക്കുമ്പോൾ 1-2 ദിവസം കൊണ്ട് ക്ലിയർ സാധാരണ ഉള്ളൊരു വിഷയമല്ലല്ലോ. നമ്മുടെ ഷാഫി മദ്ഹബില് പറ്റുകയില്ല. ഷാഫി മദ്ഹബിൽ നിക്കാഹ് സഹീഹ് ആണെങ്കിൽ ഷാഫി മദ്ഹബിൽ മാത്രമല്ല, ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബ് അനുസരിച്ചും അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ചും നിക്കാഹ് സഹീഹ് ആണെങ്കിൽ 2 സാക്ഷികൾ വേണം. ആ നിക്കാഹ് വലിയും വേണം, പിന്നെ പുതിയാപ്പളിയും പിന്നെ പുതിയണ്ണും അല്ലേ. അത് പുതിയത് ആടെ വണ്ണല്ല പറഞ്ഞത്. പിന്നെ ഈ വലിയന്റെ ഈജാബിന്റെ സീഗ, ഞാൻ എന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു, പിന്നെ മറ്റൊന്നെ സ്വീകരിച്ചുകൊണ്ട സീഗ, പിന്നെ 2 സാക്ഷികളൊക്കെ വേണം. മഹർ പറയുന്നത് നിർബന്ധമല്ല എന്ന് പറഞ്ഞ മദ്ഹബുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ മദ്ഹബിൽ പറയല്ല മഹർ ആദ്യം പറയാൻ നിർബന്ധമൊന്നുമില്ല. നിക്കാഹ് സഹീഹ് ആണെങ്കിൽ നിക്കാഹിന്റെ സമയത്ത് മഹർ പറയുന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ അപ്പൊ ഏതായാലും ഇതുമാണ് ഏത് 2 സാക്ഷികൾ നിർബന്ധമാണ് നമ്മുടെ മദ്ഹബിലും അതുപോലെ തന്നെ മറ്റ് ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലൊക്കെ നിക്കാഹ് സഹീഹ് ആണെങ്കിൽ 2 സാക്ഷികൾ നിർബന്ധമാണ്. അതേ സമയത്ത് മാലിക്കി മദ്ഹബിൽ അത് വേണ്ടെന്നാ. മാലിക്കി മദ്ഹബിൽ നിക്കാഹ് സഹീഹാവാൻ സാക്ഷി വേണ്ട. നിക്കാഹ് സഹീഹാവാൻ സാക്ഷി വേണ്ട. പക്ഷെ ജിമാഅ് ചെയ്യണമെങ്കിലോ സാക്ഷി വേണം. നിക്കാഹ് അപ്പൊ ആദ്യം നിക്കാഹ് കഴിഞ്ഞു, പിന്നെ വീട്ടിൽ കൂടുന്നതിന് മുമ്പായിട്ട് ജിമാഅിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യണം? അവൻ ആ കാര്യം അറിയിക്കണം. ഏത് സാക്ഷികളെ ഹാജരാക്കണം. അതല്ലെങ്കിൽ പിന്നെ അതിനെന്താ പറയാ, അത് നല്ല പരസ്യപ്പെടുത്തണം. വലിയ വിവാഹം ആഘോഷത്തിലൂടെയോ മറ്റോ ഏതെങ്കിലും രീതിയിൽ ഇന്ന ആള് ഇന്നാളുടെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയിലായിരിക്കണം എന്ന്. പക്ഷെ അതേസമയത്ത് സാക്ഷികളൊന്നും ഇല്ലാതെ നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സഹിയാകും. അപ്പൊ സാക്ഷികളൊന്നും ഇല്ലാതെ നിക്കാഹ് ചെയ്തതിനു ശേഷം പിന്നെ ജിമാ അല്ലാത്ത മറ്റു കാര്യങ്ങൾ പറ്റുമോ ഇല്ലേ അല്ലേ? അതിനെ കുറിച്ചൊന്നും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ച്. ഒരു വ്യക്തം അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മദ്ഹബല്ലല്ലോ. അപ്പൊ മാലിക്കി മദ്ഹബിൽ എന്താണ് ആ വിഷയത്തെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് സഹിയാകുന്നു സാക്ഷികളില്ലാതെ. വാപ്പ പറഞ്ഞു മകനോ പിന്നെ ഈ കല്യാണാലോചന നടത്തിയ ആളോട് പറഞ്ഞു, എന്റെ മകൾ ഇന്നവളെ നിനക്ക് ഞാൻ നിക്കാഹിച്ചു തന്നു. അവൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിക്കാഹ് സഹിഹായി. പിന്നെ അതേ സമയത്ത് സാക്ഷിയില്ലാതെ തന്നെ ആരും അവരുടെ സ്വകാര്യത്തിന് മാത്രം പറഞ്ഞു എന്നാൽ നിക്കാഹ് സഹിയാകുന്നതാണ്. പക്ഷെ ജിമാഇന്റെ മുമ്പായിക്കൊണ്ട് വീട്ടിൽ കൂടുന്നതിന് മുമ്പായിക്കൊണ്ട് സാക്ഷികളെ ഹാജരാക്കണം. ആ കാര്യം പരസ്യപ്പെടുത്തണം. അതിന്റെ മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് പഠിച്ചതിന് ശേഷം പറയാം. പിന്നെ ബാക്കി എന്താ 4 റക്അത്ത്, ബാക്കി 6 അർദ്ധരാത്രി 1.5 മണിക്കൂർ നീണ്ട നിസ്കാരം നടത്തുന്നു. മൊത്തം 10 റക്അത്ത്, പിന്നെ 3 വിത്റും. അർദ്ധരാത്രി ഖിയാമുൽ ലൈൽ ആണോ തറാവീഹ് ആണോ എന്നറിയില്ല. ഞാൻ തറാവീഹ് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നു, ശരിയാകുമോ? ഇമാമോട് കൂടി ബാക്കി റക്അത്ത് ഞാൻ സ്വന്തം അങ്ങനെ പറ്റും. കാരണം അത് തഹജ്ജുദാണെങ്കിൽ എന്ത് വേണം? രാത്രി ഉറങ്ങണം അല്ലേ? രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ലോ ഇത് തഹജ്ജുദ്. ആ തഹജ്ജുദ് എന്ന് നിയ്യത്ത് വെക്കണമെങ്കിൽ അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ ഉറങ്ങണം.
പിന്നെ അതിന് പുറമെ വേറെ പ്രശ്നം കൂടിയുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. ജമാഅത്ത് ശറഅക്കപ്പെടാത്ത നിസ്കാരമാണ് തഹജ്ജുദ്. ജമാഅത്ത് സുന്നത്തില്ല. ഇനി ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ജമാഅത്തുമായിട്ട് നിസ്കരിച്ച നിസ്കാരമൊക്കെ സഹിയാകും, സഹിയാവൂട്ടോ. ഇത് ജമാഅത്തിൽ സുന്നത്തില്ലാത്ത നിസ്കാരം ഒരാൾ ജമാഅത്താണ് നിസ്കരിച്ചു നിൽക്കുക, പിന്നെ നിസ്കാരം സഹിയാകും. പക്ഷെ അവിടെ ജമാഅത്തിന് പിന്നെ സുന്നത്തില്ല എന്ന് മാത്രം. പിന്നെ നിങ്ങൾ ആദ്യം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ, ആദ്യം 20 റക്അത്ത് നിസ്കരിക്കാത്ത ആളാണ് എങ്കിൽ, ഇശാന്റെ ശേഷം 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, എന്നാലും ഈ നിസ്കാരത്തിൽ പിന്നെ രാത്രി പാതിരക്ക് പിന്നെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന നിസ്കാരമല്ലോ, ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യാ, തറാവീഹ് എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കാം. തറാവീഹിന്റെ ജമാഅത്ത് സുന്നത്താണല്ലോ അല്ലേ? അപ്പൊ തറാവീഹ് എന്ന നിയ്യത്തോടു കൂടി അതിൽ തുറന്ന് നിസ്കരിക്കാം. അതെത്ര ഇമാം നിസ്കരിക്കണം? 10 റക്അത്താണെങ്കിൽ 10 റക്അത്തിൽ തുറന്ന് നിസ്കരിക്കാം. പിന്നീട് ബാക്കിയുള്ള ഒറ്റയ്ക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ വേറെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ വിത്തറിൽ കൂടെ ആദ്യം വിത്തർ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ, ആ വിത്തർ പിന്നെ ഒരു രാത്രി 2 വിത്തർ ഇല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതാണ് ആദ്യം വിത്തർ നിസ്കരിച്ച് പിന്നെ വിത്തർ മടക്കി നിസ്കരിക്കലില്ല. അപ്പൊ ആദ്യം വിത്തർ നിസ്കരിച്ച ആളാണെങ്കിൽ പിന്നെ ആ വിത്തർ എന്ന നിയ്യത്തോടു കൂടി തുടരണ്ട. അതേസമയം തറാവീഹ് നിങ്ങൾ 20 റക്അത്ത് തറാവീഹ് പൂർത്തിയായിട്ടില്ലെങ്കിൽ ആ വിത്തറിൽ ഇമാം വിത്തർ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ വിത്തറിൽ തറാവീഹ് നിയ്യത്തോടു കൂടി തുടരാം. അപ്പൊ അവസാനം ഇമാം 1 റക്അത്ത് മാത്രം നിസ്കരിക്കില്ലല്ലേ? അപ്പൊ ഇമാം സലാം വെട്ടി കഴിഞ്ഞ ശേഷം 1 റക്അത്ത് കൂടി നിങ്ങൾ നിസ്കരിച്ചാൽ മതി. മനസ്സിലായല്ലേ? അപ്പോ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. PM കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് നമ്മൾ നടത്തുന്ന ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്യുകയും അതിന് വലിയ സവാബ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബമിത്രാദികൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമുക്ക് മരിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ച് സ്വർഗം കാണിച്ച് തന്നുകൊണ്ട് അള്ളാഹു മരിപ്പിക്കട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ഞാൻ ഇടയിൽ ഒരാളെ ഒന്ന് വിളിച്ച്, അപ്പൊ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അതും മസാല ചോദിച്ച് വീട്ടിൽ വിളി തന്നെയാണ്. അപ്പൊ പിന്നെ അത് മറുപടി പറയണമല്ലോ. അപ്പൊ അതിന് വേണ്ടി പിന്നെ കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിച്ചതാണ്. അപ്പോ ഇപ്പൊ ലൈവ് അബുദാബിയിലെ പൊന്നാനിൽ നിന്നുള്ള ലൈവ് ആയിരുന്നു ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനിയുടെ. ഇൻഷാ അല്ലാഹ് ഇനി ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ക്ലാസ് വരാനിരിക്കുകയാണ്. നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, വയല് ഈ സാധാരണ ഒരു ഇവിടെ നടക്കുന്ന ക്ലാസ്സിന് തടസ്സം ആയിക്കൊണ്ടുള്ള ഒരു വയല് പരിപാടിയൊന്നും അങ്ങനെ കൊടുക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിന്റെ ബാബുറയ്യാനിൽ ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ വിഷയം അവതരിച്ചതിന് ശേഷം ചോദ്യക്കാർക്ക് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവും. വയല് പറയുമ്പോൾ പോയാലല്ലോ, വയലാളെ പൊന്നാനിയിരിക്കാൻ വയല് പറയാനായിട്ട് സംശയം ചോദിക്കണമെങ്കിൽ പറ്റൂല. ഇതല്ല, ആളുകൾക്ക് സംശയങ്ങൾക്ക് തീർക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ബാബുറയ്യാനാവട്ടെ മറ്റു ക്ലാസ്സുകളാവട്ടെ, അതൊക്കെ ആ രീതിയിലുള്ളതാണ്. പിന്നെ വയലിന്റെ പരിപാടി അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്ത് പിന്നെ പ്ലേ ചെയ്യുകയും ചെയ്യാമല്ലോ. അത് രണ്ടും ഒരേ മതിയാണ്. ലൈവായിട്ട് കേൾക്കുന്നതും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. ജലീൽ റഹ്മാനിന്റേതാവട്ടെ അങ്ങനെയുള്ള നമ്മുടെ കാര്യമായ പ്രാസീനന്മാരുടെ ഒക്കെ പ്രസംഗങ്ങൾ ഇവിടെ സാധാരണ റെക്കോർഡ് പ്ലേ ചെയ്യാറുമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇനി അത് മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് മാത്രമല്ല പൊന്നാനി എന്നുള്ള ലൈവ് തീരെ ക്ലിയറും അങ്ങനെ കട്ടായിട്ടാണ്. അപ്പൊ അത് ശ്രോതാക്കൾക്ക് തീരെ തൃപ്തിപ്പെടില്ല, അത് ശ്രദ്ധിക്കൂല. ലൈവൊക്കെ ആകുമ്പോഴേ നല്ല ക്ലിയർ വേണം, എന്നാലും ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ക്ലാസ് ഇന്ന് വരാനിരിക്കുകയാണ്. സലാത്തു തറാവീഹ് ഇതിന് മുമ്പ് 3 ക്ലാസ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. റംസാന്റെ മുമ്പ് 2 ക്ലാസും റംസാനിൽ 1 ക്ലാസും സലാത്തു തറാവീഹിനെ സംബന്ധിച്ച് ജലീൽ ദാരിമി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് അതേ വിഷയത്തിൽ ഉള്ള 4ാമത്തെ ക്ലാസ്സാണ് അദ്ദേഹം നടത്തുന്നത്. പിന്നെ അതിന് പുറമെ അത് സംബന്ധമായി സംശയാലുക്കളായ ആളുകൾ ഉണ്ടാവും. തറാവീഹ് 20 റക്അത്ത് ബിദ്അത്താണോ അല്ലേ, പിന്നെ അതാ സുന്നത്താണോ എന്ന വിഷയങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അത്തരം ആ സംശയാലുക്കൾക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വിവരം അറിയിച്ചാൽ അവർക്ക് വരാൻ അത് സഹായകമാകും. എന്നിട്ട് അവർക്ക് കേൾക്കാൻ അത് സൗകര്യപ്പെടും. അങ്ങനെ അത് കേട്ടതിന് ശേഷം
പിന്നീട് ഉസ്താദിന്റെ അവതരണം കഴിഞ്ഞ ശേഷം അവർക്കുണ്ടാവുന്ന ഏത് സംശയങ്ങളും തറാവീഹ് സംബന്ധമായ ആ വിഷയത്തിലെ എന്ത് സംശയങ്ങളും ചോദിക്കാനും ഉള്ള അവസരം ഉണ്ടാകും. അപ്പൊ അത് ആളുകൾക്കൊന്ന് അറിയിക്കണം എന്ന് അറിയിക്കണം. പിന്നെ നമ്മുടെ അൽ-ഇസ്തിഖാമക്ക് നല്ലൊരു പുതിയെണ്ണ കൊടുക്കാണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഒരു അഡ്മിനാണ്, നമ്മുടെ പ്രവർത്തകനാണ്, വാഫിയാണ്, പ്രഗത്ഭനാണ്. ഒരു പ്രാവശ്യം നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സാലിഹത്തായ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, സൽസ്വഭാവിയായ, നല്ല വിവേകവും പക്വതയും എല്ലാം ഉള്ള നല്ലൊരു പെൺകുട്ടിയെ നമ്മുടെ അൽ-ഇസ്തിഖാമക്ക് അല്ലാഹു നൽകട്ടെ. അത് എത്രയും വേഗം അല്ലാഹു തആല ശരിയാക്കി കൊടുക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. കണ്ണൂരിന്ന് പറ്റുമെന്നൊക്കെ ഞാൻ മൂപ്പരോടൊന്നും ചോദിച്ചു നോക്കി, ഒരു പിയാൻ ചെയ്തിട്ടേ കണ്ണൂരിന്ന് പറ്റുമോ, അതോ ഞാൻ പുതിയങ്ങാടിന്റെ അടുത്ത പ്രദേശം ആവണോ? അതെ, അത് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കി. പിന്നെന്താണ് സുജൂദ് അല്ല, അതിന് മുമ്പ് ഒരു പിയുണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. തലവേദന കാരണം സുജൂദ് നീട്ടാൻ പറ്റുന്നില്ല. സുജൂദിലെ തസ്ബീഹിന് പകരം നൃത്തത്തിലോ അത്തഹിയാത്തിലോ തസ്ബീഹ് ചൊല്ലി തസ്ബീഹ് നിസ്കരിക്കാമോ? ഉസ്താദ് മറുപടി പിഎം ചെയ്യാൻ അപേക്ഷ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹ് ഇദ്ദേഹത്തിന് തലവേദനയാണ്. തലവേദന ആൾക്ക് സുജൂദിൽ കൂടുതൽ നേരം കെടുക്കാൻ സാധിക്കില്ല, കൂടുതൽ നേരം സുജൂദിൽ ചെലവഴിക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന് തലവേദനയാണ്. അപ്പൊ സുജൂദിൽ ചെല്ലേണ്ടുന്ന ആ തസ്ബീഹ് നൃത്തത്തിലോ അത്തഹിയാത്തിലോ ചെല്ലാൻ പറ്റുമോന്നോ ചോദ്യം. പറ്റുന്ന മറുപടി പറ്റുന്ന. ഈ ഇഅ്തിദാലിലും പറ്റൂല, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇത്തത്തിലും പറ്റൂല. അത്രേ ഉള്ളൂ. കാരണം ഇഅ്തിദാലും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇത്തവും കൂടുതൽ ദീർഘിപ്പിക്കാൻ പറ്റൂല. അതിൽ വാരിദായ അതിലുള്ള തസ്ബീഹ് ഉണ്ടല്ലോ, അതൊക്കെ അത് ഉണ്ടല്ലോ അല്ലേ. തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ ഇഅ്തിദാലിൽ ചെല്ലേണ്ടുന്നത് പിന്നെ തസ്ബീഹ്, അതുപോലെ തന്നെ എണ്ണം, അതുപോലെ തന്നെ രണ്ട് സുജൂദിന്റെ ഇടയിൽ ചെല്ലേണ്ടുന്ന എണ്ണം, അതൊക്കെ ചെല്ല കൂടുതൽ ദീർഘിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റ് ഫർളുകളിൽ പിന്നെ ചൊല്ലാത്ത തസ്ബീഹ് ഇഅ്തിദാലിലും അതുപോലെ തന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇത്തത്തിലും വീണ്ടെടുക്കാൻ പറ്റൂല. ത്വീലായ റുക്നിൽ വീണ്ടെടുക്കാം. ആ ത്വീലായ റുക്നാണ് ഇത് ഖിയാമും അത്തഹിയാത്തിനും വേണ്ടി ഇത്തൊക്കെ. അതൊക്കെ ത്വീലായ ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫർളാണ്. അപ്പൊ അതിൽ വീണ്ടെടുക്കാവുന്നതാണ്, വിരോധമില്ല എന്നർത്ഥം. ഇത് ഉസ്താദിനുള്ള ഒരു എഴുത്താണ്. പഠിച്ചോനെ, എന്താണ് ഞാൻ ആദ്യം വായിച്ചോടില്ല, ആദ്യം വായിച്ച ഒരുപാടുണ്ടേനു. എന്താണ് സംഭവം? ഇത് ഉസ്താദിനുള്ള എഴുത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരുപാട് നാളത്തെ ഇടവേളക്ക് ശേഷം ഉസ്താദിന്റെ ശബ്ദം കേൾക്കാൻ ഇത് കുറെ മുമ്പ് വന്നിട്ടാ ഞാനത് ഉസ്താദിന്റെ ശബ്ദം ഞാൻ നാട്ടിൽ പോയപ്പോഴേ, നാട്ടിൽ വന്നതിന് ശേഷം എന്റെ ശബ്ദം കേട്ടപ്പോൾ അതല്ല വിഷയട്ടോ, എന്റെ മഹത്വമല്ല, ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല, അതല്ല വിഷയമുള്ളത്. ശബ്ദം കേൾക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദെ, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പേരിൽ മറ്റൊരാളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ട്, അതുമൂലം അർശിന്റെ നിഴൽ ലഭിക്കുന്ന ആളോ അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് കാരണം ഈ സഹോദരന് നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ നിഴൽ പ്രദാനം ചെയ്യട്ടെ. അർശിന്റെ നിഴൽ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒരു അമൽ അള്ളാഹു തആല നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാക്കുകയും അതുമൂലം അള്ളാഹു നമുക്ക് ആ നിഴല് അള്ളാഹു നാളെ മഹ്ശറിൽ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. പിന്നെ എന്താണ്, കഴിഞ്ഞ ആളാണ്, സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിന്റെ എവിടെപ്പത് നോക്കി, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഹറമിൽ വെച്ച് കഅബാലയം നോക്കി പലർക്ക് വേണ്ടിയും ദുആ ചെയ്തു. അങ്ങനെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു. അപ്പോഴേക്കും കണ്ണ് നിറഞ്ഞൊലിക്കുകയും പിന്നെ സിംസാറുൽ ഹഖ് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ അത് ഒരു കരച്ചിലായി വളരുകയും ചെയ്തു. ഇത്രയും പറഞ്ഞത് ഉസ്താദിന്റെ ദുആകളിൽ ഒരിടം കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ സിംസാറുൽ ഹഖ് ഉസ്താദിനെ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാൾ ജിദ്ദയിൽ നിന്ന് ഈമാന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതായി പറയണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹിതന്റെ ആ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം അത് ആരെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അമല് ലഭിക്കുന്ന, വലിയ സവാബ് ലഭിക്കുന്ന ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആ സ്നേഹം, അങ്ങനെ സ്നേഹിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അതിന് ലഭിക്കുന്ന എല്ലാ വക സവാബുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ ആളൊന്നും അറിയിക്കൂല, അത് ശരി, അത് നമ്മൾ അറിയിക്കാൻ പാടില്ലല്ലോ അല്ലെ. PM എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെസ്സേജ് എന്നല്ലേ, അത് എങ്ങനെ അറിയിക്കാൻ പാടില്ല. ഞാനീ പറഞ്ഞ സിംസാൽ ഹഖൂദവി ഏതെങ്കിലും രീതിയിൽ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെ അദ്ദേഹം ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി സിംസാൽ ഹഖൂദവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നോമ്പുകാരൻ മെഡിക്കലിന് വേണ്ടി ബ്ലഡ് എടുത്താൽ നോമ്പ് മുറിയുമോ? ഇല്ല, അതിന് ജോഫ് എന്ന് പറയില്ല. നോമ്പ് അതെ, മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ബ്ലഡ് എടുത്താലൊന്നും നോമ്പ് മുറിയുകയില്ല. ഇഞ്ചക്ഷൻ ചെയ്താലും നോമ്പ് മുറിയില്ല, അതുപോലെ തന്നെ ബ്ലഡ് എടുത്താലും നോമ്പ് മുറിയില്ല. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉംറക്ക് പോകുന്നു, ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉംറക്ക് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.